ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. മാർക്ക് ട്വെയിനിന്റെ വിഖ്യാതമായ ഒട്ടും മെരുങ്ങാത്ത ആ മിസിസിപ്പി നദിയുടെ വിശകലനമാണ് നാം ഇന്ന് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ് ഓൺ ദ മിസിസിപ്പി എന്ന പുസ്തകത്തിലെ അവിശ്വസനീയമായ ചില കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊരു സാധാരണ യാത്രയല്ല കേട്ടോ. ഈ നദിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ മാർക്ക് ട്വെയിനിന്റെ തന്നെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭൂമിശാസ്ത്രത്തെയും നമ്മുടെ സാമാന്യയുക്തിയെയും ഈ ഭീമൻ നദി എങ്ങനെയാണ് നിരന്തരം വെല്ലുവിളിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കാക്ക നേരെ പറന്നാൽ വെറും 575 മൈൽ മാത്രം ദൂരമുള്ളിടത്ത് ഈ നദി വളഞ്ഞുപൊളഞ്ഞ് സഞ്ചരിക്കുന്നത് 13,000 മൈലോളമാണ്. അത്രത്തോളം സങ്കീർണമാണ് ഇതിന്റെ ഒഴുക്ക്. ഇതിലെ മറ്റൊരു അവിശ്വസനീയമായ കാര്യം എന്താണെന്നോ? ഇതിന്റെ വ്യാപ്തി തന്നെ. ഓരോ വർഷവും 46 ദശലക്ഷം ടൺ ചെളിയാണ് മിസിസിപ്പി നദി ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ കൊണ്ടുപോയി തള്ളുന്നത്. അതായത് ഈ നദി നിരന്തരം അതിന്റെ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. പുതിയ കരകൾ രൂപപ്പെടുത്തുന്നു, പഴയവയെ ഇല്ലാതാക്കുന്നു. ശരിക്കും പ്രകൃതിയുടെ ഒരു മാന്ത്രിക വിദ്യ തന്നെ, അല്ലേ? ഒന്നാം ഭാഗം: പര്യവേക്ഷകരും പോരാളികളും. ഈ നദി ആദ്യമായി കണ്ടെത്തപ്പെട്ട കാലവും അതിനുശേഷം അവിടെ നടന്ന തികച്ചും അക്രമാസക്തമായ ചില നാൾവഴികളിലേക്കുമാണ് നാം ഇനി പോകുന്നത്. വളരെ രസകരമായ ഒരു ചരിത്രം ഇതിനുണ്ട്. 1542 ഹെർനാൻഡോ ഡി സോട്ടോ ഈ നദി കണ്ടെത്തി. വിരോധാഭാസമെന്ന് പറയട്ടെ, അദ്ദേഹം പിന്നീട് ആ നദിയിൽ തന്നെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാമോ? നീണ്ട 130 വർഷക്കാലം മറ്റൊരു വെള്ളക്കാരനും ഈ നദിക്കരയിലെത്തിയിരുന്നില്ല. ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വലിയ ഇടവേളയാണിത്. പിൽക്കാലത്ത് മാക്വിറ്റും ജൂലിയറ്റും അതുപോലെ ലാ സെലയും എത്തുന്നതുവരെ ഇതൊരു വലിയ നിഗൂഢതയായി തന്നെ തുടർന്നു. അങ്ങനെ ഒടുവിൽ ഈ നദിയിൽ കച്ചവടം ആരംഭിച്ചപ്പോൾ ആരാണത് നിയന്ത്രിച്ചിരുന്നതെന്നറിയാമോ? കരുത്തരായ കീൽബോട്ട് നാവികർ. ഭയമെന്നത് എന്താണെന്ന് പോലും അറിയാത്തവരായിരുന്നു അവർ. അവർ പരസ്പരം വിളിച്ചു പറഞ്ഞിരുന്ന അതിശയോക്തി നിറഞ്ഞ ആ അസഭ്യങ്ങൾ തന്നെ അവരുടെ പരുക്കൻ സ്വഭാവം വെളിവാക്കുന്നതായിരുന്നു. അതായിരുന്നു ആ കാലഘട്ടത്തിലെ യഥാർത്ഥ നദീജീവിതം. ഇനി രണ്ടാം ഭാഗം: പൈലറ്റിംഗിന്റെ അവിശ്വസനീയമായ ശാസ്ത്രം. കേവലം കായികബലത്തിൽ നിന്ന് മാറി സ്റ്റീം ബോട്ടുകളുടെ സുവർണ കാലഘട്ടത്തിലെ അതിസങ്കീർണമായ നാവിഗേഷൻ എന്ന കലയിലേക്കാണ് നാം മാറുന്നത്. ഈ ഭാഗം ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും, തീർച്ച. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു പൈലറ്റിന് വെറുതെ ബോട്ടോടിച്ചാൽ പോരായിരുന്നു. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന 1200 മൈൽ നദിയുടെ രൂപവും പലതരം കാലാവസ്ഥകളും മണൽത്തിട്ടകളുടെ മാറ്റങ്ങളുമെല്ലാം അവർ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ടായിരുന്നു. 5000-ലധികം വ്യത്യസ്ത വെളിച്ചത്തിലും കാലാവസ്ഥയിലും ഈ അദൃശ്യമായ വലിയ വഴികൾ അവർ പൂർണ്ണമായി മനപാഠമാക്കേണ്ടിയിരുന്നുവെന്ന് പറയുമ്പോൾ അതൊരു വലിയ ശാസ്ത്രം തന്നെയല്ലേ? ഈ ജലോപരിതലത്തെ മാർക്ക് ട്വെയിൻ അതിമനോഹരമായി ഒരു പുസ്തകത്തോട് ഉപമിക്കുന്നുണ്ട്. സാധാരണക്കാരായ യാത്രക്കാർക്ക് അതൊരു മൃതഭാഷയാണെങ്കിലും ഒരു പൈലറ്റിന് ആ പുസ്തകം അതിലെ ഏറ്റവും വിലപ്പെട്ട രഹസ്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ വെളിപ്പെടുത്തിക്കൊടുക്കുന്നു. വെള്ളത്തിലെ ഓരോ ചെറിയ അലകളും അവർക്കങ്ങനെ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. മൂന്നാം ഭാഗം: ജലത്തിന്റെ ഭാഷ. ഈ സങ്കീർണമായ ഭാഷ പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഒരു വൈകാരികവും ദാർശനികവുമായ തലത്തിലേക്ക് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വലിയ തിരിച്ചറിവാണ് കേട്ടോ. ഇതൊരു വളരെ രസകരമായ താരതമ്യമാണ്. ഒരു വശത്തു നോക്കൂ, ഒരു സാധാരണ യാത്രക്കാരൻ കാണുന്നത് പ്രകൃതിയുടെ കാൽപ്പനിക സൗന്ദര്യവും സൂര്യാസ്തമയവും മാത്രമാണ്. എന്നാൽ മറുവശത്ത് പരിശീലനം ലഭിച്ചൊരു പൈലറ്റിന്റെ കണ്ണുകൾ കാണുന്നതോ തികച്ചും അപകടകരവും ഭയാനകവുമായ യാഥാർത്ഥ്യങ്ങൾ. യാത്രക്കാരന് മനോഹരമായി തോന്നുന്ന ഒഴുകി നടക്കുന്ന ആ മരത്തടി പൈലറ്റിന് ബോട്ട് തന്നെ തകർക്കാൻ സാധ്യതയുള്ള വലിയൊരു ഭീഷണിയാണ്. എന്ത് വ്യത്യാസാണല്ലേ? നദിയുടെ ഭാഷ അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കിയപ്പോൾ ട്വെയിൻ വളരെ സങ്കടകരമായൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. നദിയുടെ ആ പ്രകൃതി സൗന്ദര്യവും കാൽപ്പനികതയും തനിക്ക് നഷ്ടപ്പെട്ടുവെന്ന്. തന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചുകിട്ടാത്ത വിധം അതൊരു കേവലം ഉപയോഗപ്രദമായ ശാസ്ത്രമായി മാത്രം മാറി. ഒരു ഡോക്ടർ രോഗിയെ കാണുന്നതുപോലെ നദിയിലെ സൗന്ദര്യത്തിനു പകരം അതിലെ അപകടലക്ഷണങ്ങൾ മാത്രമായി അദ്ദേഹം കാണാൻ തുടങ്ങി. ശരിക്കും സങ്കടകരമായൊരവസ്ഥ, അല്ലേ? നാലാം ഭാഗം: വലിയ ചെളിക്കുഴി. എന്നാൽ എല്ലാവർക്കും തുടക്കം മുതൽ ഈ നദിയിൽ സൗന്ദര്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ. മിസിസിപ്പി സന്ദർശിച്ച ചില യൂറോപ്യൻ വിനോദസഞ്ചാരികൾക്ക് ഈ നദി യാതൊരു കാൽപ്പനികതയും നൽകിയിരുന്നില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. മിസ്സസ് ട്രോളോബിനെ പോലുള്ളൊരു പുറത്തുള്ളയാൾക്ക് ഈ കലങ്ങിയ വെള്ളവും തകർന്ന കപ്പലുകളും നോക്കുമ്പോൾ ഇതൊരു പ്രകൃതി വിസ്മയമായിട്ടേ തോന്നിയില്ല. മറിച്ച്
ഡാന്റെയുടെ ഇൻഫെർണോയിലെ നരകം പോലെയുള്ള ഭയാനകമായൊരു കാഴ്ചയായാണ് തോന്നിയത്. പ്രകൃതിയുടെ സർവനാശത്തിന്റെ ബാക്കി പത്രമാണ് അവർ അവിടെ കണ്ടത്. ക്യാപ്റ്റൻ മാരിയറ്റിനെ പോലുള്ളവരുടെ അറപ്പും വെറുപ്പുമാണ് ഇവിടെ ശരിക്കും വ്യക്തമാകുന്നത്. അദ്ദേഹം ഇതിനെ പടിഞ്ഞാറൻ അമേരിക്കയുടെ ഒരു വലിയ പൊതു ഓടയായി മാത്രമാണ് കണ്ടത്. വെറും ഒരു ചെളിക്കുഴി, ചെളി കലങ്ങിയ, നാശം വിതയ്ക്കുന്ന ഒരു ഭയാനക പ്രവാഹം. യാതൊരുവിധ ആകർഷണവും അദ്ദേഹത്തിന് ആ നദി നൽകിയില്ല എന്നതാണ് സത്യം. ഇനി 5-ാം ഭാഗം, നദിയെ മെരുക്കൽ. അങ്ങനെ നാം ആധുനിക യുഗത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സർക്കാർ എഞ്ചിനീയർമാർ നദിയുടെ വന്യവും അപകടകരവുമായ സ്വഭാവം ഇല്ലാതാക്കാൻ വിജയകരമായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഗവൺമെന്റ് നദിയുടെ എല്ലായിടത്തും കൃത്യമായ വിളക്കുകൾ സ്ഥാപിക്കുകയും അപകടകരമായ മരക്കുറ്റികൾ എടുത്തുമാറ്റാൻ പ്രത്യേകം ബോട്ടുകൾ അയക്കുകയും ചെയ്തതോടെ മിസിസിപ്പിയിലൂടെയുള്ള യാത്ര അവിശ്വസനീയമാംവിധം സുരക്ഷിതമായി. ഇത് അക്ഷരാർത്ഥത്തിൽ രാത്രിയെ പകലാക്കി മാറ്റി. എന്നാൽ അതോടെ എന്താണ് സംഭവിച്ചതെന്നോ? പഴയ പൈലറ്റുമാരുടെ പ്രതാപകാലം അവിടെ അവസാനിച്ചു. നോക്കൂ, സർക്കാർ എഞ്ചിനീയറിംഗിലൂടെ നദിയിലെ അപകടങ്ങൾ ഇല്ലാതാക്കി, അത് ശരിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പഴയകാലത്ത് എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു സ്റ്റീംബോട്ട് പൈലറ്റ് എന്ന പദവിയുടെ അന്തസ്സും ആ തൊഴിലിന്റെ കാൽപ്പനികതയും അവരെന്നേക്കുമായി ഇല്ലാതാക്കി. ക്യാപ്റ്റന്മാർ പൈലറ്റുമാർക്ക് മുകളിലായി, പൈലറ്റുമാർ വെറും സാധാരണ ജോലിക്കാരായി മാറി. അതാണ് അതിന്റെ വില. ഈ വിശകലനം നാം അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. പ്രകൃതിയെ ശാസ്ത്രീയമായി കീഴടക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിഗൂഢതയും കാൽപ്പനികതയും എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിന് പകരമായിട്ടുള്ള ഒന്നാണോ? അറിവ് വർദ്ധിക്കുമ്പോൾ നമ്മളിലെ ആസ്വാദകൻ മരിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മനോഹരമായ വിശകലനം നിങ്ങൾക്ക് പുതിയ ചിന്തകളും അറിവുകളും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.